ഞാൻ കോളേജ് ലൈഫിന് ശേഷം ഒരു ബസ്സിൽ 10-40 ആളുകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ജപ്പാനിലെ ഏത് ഒക്കെ നഗരങ്ങളിലാണ് ആറ്റം ബോംബ് ഇടേണ്ടത് എന്ന് ഉള്ള ഒരു പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു സ്ഥലം ക്യോത്തോ ആയിരുന്നു. അപ്പൊ രണ്ട് സൈഡിലും 60-70 അടി ഉയരത്തില് മഞ്ഞ് മതിലാണ് രണ്ട് സൈഡിൽ. രണ്ട് മഞ്ഞ് മതിലുകൾക്ക് ഇടയിലൂടെ ഇവിടെ ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകും. നമുക്ക് ആ വഴിയിലൂടെ നടക്കാം, അതിന്റെ അവിടെ പോയി ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. സ്ത്രീകളൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ അരക്ക് കീഴ്പ്പെട്ട് അവരൊരു പുതപ്പിട്ട് മൂടും. എന്നിട്ടാണ് ഒരു ചുവന്ന കമ്പളം ഇങ്ങനെ കാലുമല്ലോടെ ഇടും. എന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് ഓടുന്ന ആൾക്കാർ. ഹൈവേ പോകുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ, ലിറ്ററലി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയാണ് ഈ ഹൈവേ പോകുന്നത്. അപ്പൊ ഈ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു അത്ഭുതം ആലോചിച്ചു അതാണ്. അങ്ങനെ ടോക്കിയോ നഗരത്തില് കറക്കത്തിന് ശേഷം അമലിനെയും ഭാര്യയൊക്കെ കണ്ടതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ക്യോത്തോ എന്നാണ് പറയുന്നത്, ക്യോത്തോ നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ജപ്പാനിലെ യാത്രകൾ മുഴുവൻ ഒരു ബസ്സിലാണ്. ഒരു പെർമനന്റ് ഗൈഡും നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ കോളേജ് ലൈഫിന് ശേഷം ഒരു ബസ്സിൽ 10-40 ആളുകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഈ ടോക്കിയോ നഗരത്തിന്റെ അതിരുകളൊക്കെ വിട്ടിട്ട് ആ നഗരത്തിലെ തിരക്കുള്ള ഭാഗങ്ങളിലെ വലിയ ബിൽഡിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിശാലമായ കൃഷിസ്ഥലങ്ങളുടെ ഇടയിൽ കൂടി, ഫാമുകളുടെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടി പോകാൻ തുടങ്ങി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇപ്പൊ ക്യോത്തോ നഗരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇവിടെ ബോംബെയും ഡൽഹിയും തമ്മിലുള്ള വ്യത്യാസം, ബോംബെ കമേഴ്ഷ്യൽ ക്യാപിറ്റലും ഡൽഹി ട്രഡീഷണൽ നഗരവും നമ്മളുടെ ക്യാപിറ്റലുമാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ട് സ്ഥലത്തെ ആളുകളുടെ സ്വഭാവങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഡൽഹിക്കാര് ബോംബെക്കാരെ കുറ്റം പറയും, ബോംബെക്കാര് ഡൽഹിക്കാരെ കളിയാക്കും. ഭയങ്കര ട്രഡീഷണൽ, ഭയങ്കര ഓർത്തഡോക്സ് ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. ക്യോത്തോവും ടോക്കിയോയും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ക്യോത്തോ ആയിരുന്നു ജപ്പാന്റെ ആദ്യത്തെ ക്യാപിറ്റൽ. അവിടെ നിന്നാണ് പിന്നീട് ടോക്കിയോയിലേക്ക് ക്യാപിറ്റൽ സിറ്റി മാറ്റിയത്. ടോക്കിയോ എന്നുള്ള സിറ്റി തന്നെ, ആ പേര് തന്നെ ഈ ക്യോത്തോ തിരിച്ച് ഇട്ടിട്ടാണ് ടോക്കിയോ ആയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പേരാണ്. ടോക്കിയോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, ആ ഒരു പേരുണ്ടായിരുന്നില്ല. ഇത് ക്യോത്തോ നഗരം എന്ന് പറയുന്നത് രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആൻഷ്യന്റ് ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ തലസ്ഥാന നഗരികൾക്കൊക്കെ ഉള്ള കുറെ പ്രത്യേകതകളുണ്ട് ക്യോത്തോയ്ക്ക്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലവും കുറേയും കൂടിയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ജപ്പാൻകാരുള്ള സ്ഥലമാണ് ക്യോത്തോ. ക്യോത്തോ പാരമ്പര്യവാദികളുടെ സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കിമോണയൊക്കെ ഇട്ടിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. കിമോണോ എന്ന് പറയുന്നത് ജപ്പാൻകാരുടെ ഒരു പ്രത്യേക വേഷമാണ്. സ്ത്രീകളൊക്കെ ഇടുന്ന ഗൗൺ പോലെയുള്ള ഒരു വേഷമാണ്. അത് പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സാണ്. അതിപ്പം ടോക്കിയോയിലൊന്നും അങ്ങനെ കിമോണോ ധരിച്ച് നടക്കുന്ന ആൾക്കാരെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ റയറാണ്. നല്ല പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും പോയാലായി. സമയം ക്യോത്തോയില് അത് ചെറുപ്പക്കാർ വരെ ആ വേഷം ധരിക്കുന്നുണ്ട്. അപ്പൊ പാരമ്പര്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ആ ട്രഡീഷനെ കുറിച്ച് അഭിമാനിക്കുന്ന ആളുകളാണ്. ക്യോത്തോയിലേക്ക് പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങൾ കണ്ടിട്ട് വേണം പോകാൻ. ബസ്സിനകത്ത് മുനീറും സ്റ്റാൻലിയും ബൈജൻ നായരും എല്ലാവരുമായിട്ടുള്ള ഗംഭീര തമാശകൾ നടക്കുന്നുണ്ട്. ബെന്നി ഈ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഗൈഡ് യാത്രയുടെ കാണുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ യാത്രക്കാര് സ്വയം പരിചയപ്പെടുത്തുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഒരുപാട് നീണ്ട യാത്രയാണ്. ഈ യാത്രയിലാണ് ഞങ്ങൾ കിറോബി ഡാം കാണാൻ പോകുന്നത്. കിറോബി ഡാം സ്ഥിതി ചെയ്യുന്നത് ടൊയാമ പ്രിഫെക്റ്റിലാണ്. ടൊയാമ പ്രിഫെക്റ്റ് ജപ്പാനിലെ ചുബു മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാം നമ്മൾ പോയി ഇറങ്ങുമ്പോൾ ഒരു വലിയ ടണലുണ്ട്. ആ ടണലിലൂടെയാണ് ഇതിന്റെ ഒരു കാച്ച്മെന്റ് ഏരിയയിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. ആ ടണല് എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിലുള്ള ഒരു ടണലാണ്. ആ ടണലിലൂടെ ഞങ്ങൾ നടന്നു. ഇതിന് കുറോയോൺ ഡാം എന്ന വേറൊരു പേര് കൂടെയുണ്ട്. കുറോബെ നദിക്ക് കുറുകെ പണിത ഈ ഡാം ജപ്പാനിലെ ഏറ്റവും വലിയ ഡാമാണ്. കൻസായി ഇലക്ട്രിക്കൽ പവർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഡാം പ്രതിവർഷം 1 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
335 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള 4 ടർബൈനുകളാണ് ഈ ഡാമിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 1956 1963 ഇടയിലാണ് ഇതിന്റെ പണി നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൻസായി മേഖലയിൽ ഉണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്കും വൈദ്യുതി ക്ഷാമത്തിനും പരിഹാരമായിട്ടാണ് ഈ ഡാം ഉണ്ടായത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കിടയിൽ 171 പേർ മരിച്ചുപോയിട്ടുണ്ട്. കുറോബെ ഡാമിന് ശേഷം ഞങ്ങൾ എത്തിയത് വെസ്റ്റേൺ ക്യോട്ടോയിൽ സ്ഥിതി ചെയ്യുന്ന ടുഗറ്റ്സോക്യോ ബ്രിഡ്ജിലാണ്. ടുഗറ്റ്സോക്യോ ബ്രിഡ്ജ് 400 വർഷങ്ങളായിട്ട് കത്സുറ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. AD 836 മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ പാലം പിന്നീട് പല കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. വെള്ളപ്പൊക്കം, മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ, കാലപ്പഴക്കം, അങ്ങനെ പല തവണ തകർന്നു പോയ ഈ പാലം പിന്നീട് 1934 കോൺക്രീറ്റിൽ പുനർനിർമ്മിക്കുന്നത്. ടോക്കിയോയിൽ നിന്ന് ക്യോത്തോയിലേക്കുള്ള യാത്രാമധ്യയുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണത്. അപ്പൊ എല്ലാ ടൂറിസ്റ്റുകളും അവിടെ ഇറങ്ങും, ഈ പാലം കാണും. അവിടെ ഞങ്ങള് 3 പെൺകുട്ടികളെ കണ്ടു. 3 പേരും ജപ്പാനിലെ ഏതോ ഗ്രാമപ്രദേശത്തു നിന്ന് ഈ സ്ഥലങ്ങൾ കാണാൻ വന്നതോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസോ ജപ്പാൻകാരികളാണ്. അവരുടെ ട്രഡീഷണൽ വേഷത്തിലാണ്, കിമോണോയിലാണ് ഇവര്. അപ്പൊ ഞാനും ബൈജുവൻ നായരും അവരുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു. കാതറിനും നിനിതയും ഒക്കെ അവരുടെ കൂടെ നിർത്തിയിട്ട് ചില ഫോട്ടോസൊക്കെ എടുത്തു. അപ്പൊ വന്ന ടൂറിസ്റ്റുകൾ മുഴുവൻ ഇതൊരു ആകർഷണമായിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അവർക്ക് തന്നെ ഒരു ഭയങ്കര നാണമൊക്കെ വന്നു, കാരണം എല്ലാവരും അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട്. പിന്നെ അവിടെയുള്ള ഈ ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ക്യൂരിയസ് ഒക്കെ ഉള്ള ഷോപ്പുകൾ, ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ കയറി സാധനങ്ങൾ മേടിക്കും. പിന്നെ അവിടെയുള്ള റെസ്റ്റോ ബാറുകളിൽ കയറും, അവിടെ ഭക്ഷണം കഴിക്കും. ചില ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാം ജാപ്പനീസ് ഭക്ഷണമായിരുന്നു കഴിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യുന്നത്. ജാപ്പനീസ് ഫുഡ് ഇത്രയും ടേസ്റ്റി ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു അഡിക്ഷൻ തന്നെ ഉണ്ടായി ആ യാത്രയിൽ. ടുഗറ്റ്സോക്യോ പാലത്തിന് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് ആൽപൈൻ റൂട്ടിലുള്ള മഞ്ഞുമലകളിലേക്കാണ്. ഇത് എല്ലാ സീസണിലും ജപ്പാനിൽ പോകുന്ന യാത്രികർക്ക് കാണാൻ പറ്റില്ല. ജപ്പാനിലേക്ക് വരുന്ന യാത്രികരെ ആകർഷിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ ചെറി ബ്ലോസം സീസണാണ്. ചെറി ബ്ലോസം സീസണിൽ വഴിയോരത്തുള്ള എല്ലാ മരങ്ങളിലും പാർക്കുകളിലും ഒക്കെയുള്ള എല്ലാ ചെറി മരങ്ങളും പൂത്തിട്ട് പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോക്കിയോ, ഒരു ജപ്പാനുണ്ട്. ആ സീസണിൽ ആണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ അവിടെ വരിക, ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ചെറി ബ്ലോസത്തിന്റെ സമയം കഴിഞ്ഞു, വിന്റർ തുടങ്ങുന്ന സമയമാണ്, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു 18-15 രാവിലെ ഒരു 10-12 ഒക്കെ തണുപ്പ് ഉള്ള ഒരു സീസണിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പം ഈ സീസണിൽ മാത്രം കാണാൻ പറ്റുന്ന മറ്റൊരു അത്ഭുതം ഉണ്ടാണ്. അതായത് വിന്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, അത് വിന്റർ തുടങ്ങുന്നതിന് മുമ്പാണോ എന്നറിയില്ല. ഈ സീസണിൽ മാത്രം കാണുന്ന ഒരു അത്ഭുതമുണ്ട്. അത് ആൽപൈൻ റൂട്ടാണ്. ആൽപൈൻ റൂട്ടിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു 10-60 അടിയിലധികം ഉയരത്തില് മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളിൽ ഈ 60 അടി താഴ്ചയിൽ ഈ മഞ്ഞ് വെട്ടിയിട്ട് ഒരു പാതയുണ്ടാക്കും. അപ്പൊ 2 സൈഡിലും 60-70 അടി ഉയരത്തില് മഞ്ഞ് മതിലാണ് 2 സൈഡിൽ. 2 മഞ്ഞ് മതിലുകൾക്ക് ഇടയിലൂടെ ഇവിടെ ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകും. നമുക്ക് ആ വഴിയിലൂടെ നടക്കാം, അതിന്റെ അവിടെ പോയി ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. പെട്ടെന്ന് ഒരു 17 ഡിഗ്രി അന്തരീക്ഷ ഊഷ്മാവിൽ നിന്ന് നമ്മൾ 6500 അടി ഉയരത്തിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും അട്ടിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ആ മഞ്ഞിന്റെ ഇടയിലൂടെ ഒരു പാത ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആൽപൈൻ റൂട്ട് എന്നാണ് അതിന് പറയുന്നത്. ടട്ടയാമ കൊറോബെ ആൽപൈൻ റൂട്ട്. യുക്കിയാനോ ഒട്ടാനി എന്നാണ് ഈ സ്നോവാളിന്റെ പേര്. അവിടേക്ക് നമ്മള് പുറകുവശത്തേക്ക് ചെന്ന് കയറും.
എന്നിട്ട് എലിവേറ്ററിൽ ലിഫ്റ്റിലൊക്കെ ഏറ്റവും മുകളിലേക്ക് കയറും. ഭയങ്കര തണുപ്പാണ് അവിടെ. നമ്മൾ സ്വെറ്ററും ജാക്കറ്റും തല കവർ ചെയ്യുന്ന സ്നോയിലൊക്കെ ഇടാവുന്ന ക്യാപ്പും ഷൂവും കമ്പിളി സോക്സും ഒക്കെ ഇട്ട് വേണം പുറത്തിറങ്ങാൻ. എന്നുവെച്ചാൽ മൈനസ് ആണ് അവിടുത്തെ തണുപ്പ്. അല്ലാണ്ട് അവിടെ സ്നോ അങ്ങനെ കിടക്കില്ലല്ലോ. -10 ഒക്കെ ഉണ്ടാവും. ഭയങ്കര തണുപ്പാണ്. അതിലേക്ക് ഞങ്ങൾ ചെന്ന് കയറുക. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അത് ജപ്പാനിൽ ഈ സീസണിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കാണുള്ളൂ. സാധാരണ ഈ ആൽപൈൻ റൂട്ടിലേക്ക് സഞ്ചാരികളെ അധികം കൊണ്ടുപോകാറില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അവിടുത്തെ ടിക്കറ്റും അവിടെ എത്തിച്ചേരലും ഒക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ സീസണിൽ ഇത് ഉണ്ടാവില്ല. മറ്റു സമയങ്ങളിൽ പ്യുവർ വിന്ററിൽ ഇത് എല്ലാം മൂടിപ്പോവും. അപ്പൊ ആ റൂട്ട് അടയും. അപ്പൊ ഈ സ്ഥലം കാണുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ മരവിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ തന്നെ ഉള്ള സ്റ്റാളിൽ നിന്ന് ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ടാണ് പിന്നെ വന്ന് നിൽക്കുന്നത്. ഇതിന്റെ മഞ്ഞിലേക്ക് ഇറങ്ങി കുറെ പേരൊക്കെ പോയിട്ട് മഞ്ഞിലിറങ്ങി നടക്കാവുന്ന സ്ഥലത്തൊക്കെ നടക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പൊ ഇതൊരു ഭയങ്കര കാഴ്ചയാണ്. സഞ്ചാരികൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ മുഴുവൻ കറങ്ങി നടന്നു. ചിലരൊക്കെ ഈ ഐസിന്റെ സ്നോ വോളില് വിരലുകൊണ്ട് പേരും ചെറിയ കമ്പൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ പേരൊക്കെ കൊത്തിവെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഈ സ്നോ കോറിഡോർ എന്നാണ് അതിന് പറയുന്നത്. ആ സ്നോ കോറിഡോറിൽ തിരിച്ച് ഞങ്ങൾ പോകുന്നതും ഈ സ്നോ കോറിഡോറിലൂടെയാണ് ഞങ്ങളുടെ ബസ് പോയത്. അങ്ങോട്ട് കയറുമ്പോൾ അവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ആദ്യം നോർമൽ സ്ഥലങ്ങൾ, പിന്നെ ഈ കയറ്റം കയറി തുടങ്ങുമ്പോൾ സൈഡിൽ അവിടെ കുറേശ്ശെ സ്നോ ഒക്കെ കിടക്കുന്നത് കാണാം. പിന്നെ അത് കുറച്ച് അടുത്തടുത്ത് കൂടുതലായിട്ട് വരുന്നത് കാണാം. പിന്നെ അതൊരു വലിയ സ്നോ മൗണ്ടനായി മാറുന്ന ഒരു കാഴ്ച ബസ്സിൽ വരുമ്പോൾ തന്നെ അത് മനോഹരമാണ്. തിരിച്ചു വരുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്. ആദ്യം ഭയങ്കര സ്നോ ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് അടിവാരത്തിലേക്ക് എത്തും തോറും സ്നോ കുറഞ്ഞ് സ്നോ ഇല്ലാണ്ടാവുന്ന ഒരു കാഴ്ച. അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ആ യാത്രയിൽ തിരിച്ചുള്ള വരവില് ബസ്സിൽ യാത്രികര് അല്ല ആണുങ്ങൾ കുറെ പേരൊക്കെ അല്പം ചൂട് പിടിപ്പിക്കാൻ വോഡ്കയും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. യാത്ര വീണ്ടും ഒരു എക്സ്കർഷൻ മൂഡിലേക്ക് മാറി. സ്ത്രീകളും കുട്ടികളൊക്കെ മുൻപിലും ആണുങ്ങളെല്ലാവരും ആരും പറയാതെ തന്നെ പുറകിലേക്ക് മാറി. പുറകില് ഒരു ചൂട് പിടിപ്പിക്കൽ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങള് ക്യോത്തോയില് എത്തി. ക്യോത്തോ നഗരത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ക്യോത്തോ നഗരം ജപ്പാന്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു. രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ക്യോത്തോ ആയിരുന്നു ജപ്പാന്റെ തലസ്ഥാനം. അപ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. ക്യോത്തോക്കാര് ഞങ്ങൾ ഭയങ്കര അരിസ്റ്റോക്രാറ്റ്സും ഭയങ്കര പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആളുകളാണെന്നും ടോക്കിയോയ്ക്ക് പാരമ്പര്യമില്ല എന്നും ഒക്കെ പറയുന്ന ആൾക്കാരാണ് ക്യോത്തോക്കാര്. ക്യോത്തോയിൽ വന്ന് ഇറങ്ങിയാൽ നമുക്കത് തോന്നും. വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ്. ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമില് ജപ്പാനിലെ ഏത് ഒക്കെ നഗരങ്ങളിലാണ് ആറ്റം ബോംബ് ഇടേണ്ടത് എന്ന് ഉള്ള ഒരു പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു സ്ഥലം ക്യോത്തോ ആയിരുന്നു. അമേരിക്ക ബോംബ് ചെയ്യാൻ തീരുമാനിച്ച നഗരം ക്യോത്തോ ആയിരുന്നു. അത് ഹിരോഷിമയ്ക്ക് പകരമാണോ നാഗസാക്കിക്ക് പകരമാണോ എന്ന് അറിയില്ല. ക്യോത്തോ ആയിരുന്നു ഒരു നഗരം. അന്ന് ജപ്പാനിൽ ഉണ്ടായിരുന്ന അമേരിക്കയിലെ ഉന്നതനായിട്ടുള്ള പട്ടാള മേധാവി ഈ ക്യോത്തോയിൽ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട്, അവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ആ നഗരം അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അയാളുടെ നിർബന്ധപ്രകാരമാണ് ക്യോത്തോ മാറിയിട്ട് അത് നാഗസാക്കിയോ ഹിരോഷിമയോ ആയത്. അല്ലെങ്കിൽ ആറ്റം ബോംബ് വീഴേണ്ട ആദ്യത്തെ സ്ഥലം ക്യോത്തോ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സ്ഥലത്തിന്റെ ഭംഗി കൊണ്ടും ആ സ്ഥലം ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടും ആ സ്ഥലം സർവനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവിടെ ചെന്നപ്പോ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ക്യോത്തോയിലെത്തി. ക്യോത്തോയില് ചെന്ന് ഇറങ്ങി ഞങ്ങൾ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഭക്ഷണത്തിനാണ് പോയത്. അവിടെ പരമ്പരാഗത രീതിയിലുള്ള ഒറിജിനൽ ജാപ്പനീസ് ഭക്ഷണം, ഒറിജിനൽ ജാപ്പനീസ് ഡെസേർട്ടുകൾ, സാക്കെ എന്ന് പറയുന്ന അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മദ്യമുണ്ട്. വീര്യം കുറഞ്ഞ
ഒരു മദ്യം, സാക്കെ എന്നാണ് പറയുക. സാക്കെ കുടിക്കുന്നത് നമ്മളിപ്പോ വോഡ്കയുടെ ഒക്കെ ഷോട്ടുകൾ കഴിക്കുന്ന പോലെ ചെറിയ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ പാത്രങ്ങളുണ്ട്, അതിലാണ് തരും. അപ്പൊ അത് നമ്മളിങ്ങനെ കുടിക്കും. എന്നിട്ട് അതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേണമെന്നാണ് അർത്ഥം. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. സാക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ടേബിളിന് നടുവിൽ വെച്ചിട്ടുണ്ട്. ചെറിയ ലഹരിയുള്ള രസം, കുടിക്കാൻ രസമുള്ള ചെറിയ പുളിപ്പും ചവർപ്പുള്ള ഒരു മദ്യമാണ് സാക്കെ. അപ്പൊ അതൊക്കെ കഴിച്ച് ജപ്പാന്റെ ക്യോട്ടോ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ കേട്ട് കുറെയൊക്കെ കണ്ടു മനസ്സിലാക്കി അവരുടെ പരമ്പരാഗത വസ്തുക്കൾ വിൽക്കുന്ന കടകളിലൂടെ കയറി ഇറങ്ങി ഞങ്ങള് പുറത്തിറങ്ങി. അവിടെ നിന്ന് പിന്നെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ റോഡിലൂടെ നടത്തി ഒരു 2 ഫർലോങ് നടന്നിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ്, ഒരു കമാനം വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ ജാപ്പനീസ് കമാനം വെച്ചിട്ടുള്ള ഒരു വഴി. ആ വഴിയിലൂടെ പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അവിടെ കയറുമ്പോൾ ടൂറിസ്റ്റുകളുടെ ബഹളമാണ്. അതായത് 100 കണക്കിന് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി. 2 സൈഡിലും നമ്മുടെ നാട്ടിലെ മുളയുടെ മുള്ളുവേലി പോലെ മുള്ളില്ലാത്ത മുളകൾ കൊണ്ടുള്ള വേലികൾ. ഈ ആൾത്തിരക്കിനിടയിലൂടെ നമ്മൾ പണ്ട് കൽക്കട്ട എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ, ചെന്നൈ, കൽക്കട്ട എന്നൊക്കെ പറയുമ്പോൾ ആ മേജർ സിറ്റീസിൽ ആളുകളെ ഇരുത്തിയിട്ട് ആളുകൾ വലിക്കുന്ന സൈക്കിൾ റിക്ഷയാണ് നമുക്കുണ്ടായിരുന്നു. അതുപോലത്തെ സൈക്കിൾ റിക്ഷ, നല്ല അരോഗദൃഢഗാത്രരായിട്ടുള്ള ചെറുപ്പക്കാർ നല്ല ഷോർട്ട്സും ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ വലിച്ച അവരുടെ മസിലുകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കിത് കാണുമ്പോൾ, ഞാൻ ചെന്നൈയിലുള്ള സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, ചെന്നൈയിൽ ചെന്ന കാലത്തൊക്കെ അപൂർവമായിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം, ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബീഡി വലിച്ച് ചുമച്ച് മെലിഞ്ഞ് അസ്ഥിവഞ്ചരം പോലെ ഇരിക്കുന്ന ആളുകൾ, തടിമാടന്മാരായ ആളുകളെ പുറകിൽ ഇരുത്തിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകൾ. മനുഷ്യനെ ചുമക്കുക എന്ന് പറയുന്ന അതൊരു ദയനീയ ദൃശ്യമായിട്ടാണ് നമുക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതൊരു സ്പോർട്ടാണ്, ഒരു സ്പോർട്സ് ഐറ്റമായിട്ടാണ് തോന്നുന്നത്. അത് അത്രയും മോഡേൺ ആയിട്ടുള്ള വീലുകളും, അതായത് ആയാസരഹിതമായി വലിക്കാവുന്ന തരത്തിലുള്ള വണ്ടികൾ. പിന്നെ അവരതൊരു പാരമ്പര്യത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടാണ് അവിടെ അത് ചെയ്യുന്നത്. അപ്പൊ ഈ സഞ്ചാരികളും ജാപ്പനീസാണ് കൂടുതലും അതിൽ കയറി യാത്ര ചെയ്യുന്നത്. സ്ത്രീകളൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ അരക്ക് കീഴ്പ്പെട്ട് അവരൊരു പുതപ്പിട്ട് മൂടും. എന്നിട്ടാണ് ഒരു ചുവന്ന കമ്പളം ഇങ്ങനെ കാലുമല്ലോടെ ഇടും. എന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് ഓടുന്ന ആൾക്കാർ, നിറഞ്ഞൊഴുകുന്ന സഞ്ചാരികൾ. മുളകളുടെ ഒരു കാടാണ്, മുളങ്കാടാണ്, മുള്ളില്ലാത്ത മുളകളുടെ കാടാണ്. ആ വഴിയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ പേര് ടെൻറിയൂജി ടെമ്പിൾ. 1345 ഒരു ബുദ്ധവിഹാരമായിട്ടാണ് ഇത് തുടങ്ങിയത്. ഞങ്ങളന്ന് ചെന്ന ദിവസം അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് പ്രവേശിച്ചില്ല. കാരണം പുറത്ത് അതിന്റെ ഗേറ്റിന് പുറത്ത് വന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. പക്ഷെ ഈ മുളങ്കാടിനുള്ളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്, നടത്തെന്ന് പറയുന്നത് ഒരു ഭയങ്കര റിഫ്രഷിങ് ഇതാണ്. ഇത്രയും ആൾക്കാരുണ്ട്, പക്ഷെ നല്ല ഓക്സിജൻ ഉണ്ട്, നല്ല തണുത്ത ക്ലൈമറ്റാണ്, നല്ല രസകരമായ ക്ലൈമറ്റാണ്. ആളുകൾ പല സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഏതൊരു സംവിധായകനും അവിടെ വന്നാൽ ഒരു സീനെങ്കിലും ഷൂട്ട് ചെയ്യാൻ കൊതി തോന്നും. ഇളം പച്ചയുടെ ഇങ്ങനെ പല വേരിയൻസിൽ നിറയെ തിങ്ങി മുളകൾ വളരുന്ന ഒരു സ്ഥലം. ആ മുളങ്കാട്ടിലൂടെയുള്ള നടത്തം ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ഒസാക്ക എന്ന് പറയുന്ന നഗരത്തിലേക്കാണ്.
ഉമേഡ സ്കൈ ബിൽഡിംഗ് ആണ് പിറ്റേ ദിവസം ഞങ്ങൾ കാണാൻ പോയത്. ഈ സ്കൈ ബിൽഡിംഗ് 40 നിലകളുള്ള ട്വിൻ ടവറാണ്. ഇത് 1988 ഇത് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്യുമ്പോൾ ഇത് 4 ബിൽഡിങ്ങുകളായിരുന്നു, 4 ടവറുകളായിരുന്നു. പക്ഷെ പിന്നീട് ജപ്പാനിലുടനീളം ഉണ്ടായ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ അത് 2 ടവറുകളായിട്ട് ചുരുങ്ങി. ഈ ടവറുകൾ ഏതാണ്ട് 170 മീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. 170 മീറ്റർ. അതിന്റെ ഒസാക്കയിലെ ഏതാണ്ട് 5ാമത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണ്, ടവറുകളാണ് ഇത്. ഇതിലേക്ക് വരുന്ന വഴിയിൽ രസകരമായ ഒരു കാഴ്ച കണ്ടത്, ഈ ഹൈറേസ്ഡ് ഹൈവേസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത ഇതാണ്. പല ലെയർ റോഡുകളുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും മുകളിലുള്ള ഒരു റോഡ് പോകുന്നത് 2 ടവറുകളുടെ ഉള്ളിലൂടെയാണ്. ഹൈവേ പോകുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ, ലിറ്ററലി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയാണ് ഈ ഹൈവേ പോകുന്നത്. അപ്പൊ ഈ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു അത്ഭുതം ആലോചിച്ച് നോക്കണം. കാരണം ഇത്രയും വാഹനങ്ങൾ, അത് ഹൈവേ ആണ്, ഇഷ്ടം പോലെ ഒരുപാട് വാഹനങ്ങൾ, ട്രക്കുകൾ, ബസ്സുകളൊക്കെ കടന്നു പോവുകയാണ്. ആ ബിൽഡിങ്ങിനൊരു കുലുക്കവുമില്ലാതെ നിൽക്കുക എന്ന് പറയുന്നത്, ആ ബിൽഡിംഗ് ഇറ്റ്സെൽഫ് ഇതിന്റെ ഒരു തൂണായി മാറിയിരിക്കുകയാണ്. അതൊരു ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയാണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ യാത്ര ചെയ്ത ഒരു സ്ഥലങ്ങളിലും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ ഹൈവേ കടന്നു പോകുന്നു. ഈ ടവർ ഒരു ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ഈ 40 നിലകളുള്ള ഈ 2 ടവേഴ്സ്, ഈ ടവറിന്റെ മുകളിലേക്കുള്ള എസ്കലേറ്റേഴ്സ്, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അതിന്റെ മീതെ നിന്ന് ഈ ഒസാക്ക നഗരം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഒസാക്കയുടെ മനോഹരമായ വ്യൂ ആണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ഈ ടവറുകളുടെ മുകളിൽ നിന്നുള്ളത്.